വിറ്റാമിൻ എ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ എ ഡെഫിഷ്യൻസി നമുക്കറിയാം, മീൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി കുറവായിട്ടാണ് കാണുന്നത്. അപ്പം മീൻ വിളയിൽ നിന്നാണ്, അല്ലെങ്കിൽ മീനിൻ്റെ കോഡ് ലിവർ ഓയിലിൽ നിന്നാണ് ഈ വിറ്റാമിൻ എ കൂടുതലായിട്ട് കിട്ടുന്നത്. എഗ്ഗ് യോക്കിനകത്തുനിന്ന് കിട്ടും, ചീസിനകത്ത് കിട്ടും, മിൽക്കിൽ കിട്ടും, പച്ചക്കറി കൊടുത്ത ക്യാരറ്റ്, സ്പിനച്ച്, പ്രത്യേകിച്ച് അകത്തിച്ചീരയിൽ കൂടുതലായിട്ട് കിട്ടുന്ന വിറ്റാമിൻ എ. ഇതിൻ്റെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്, സന്ധ്യയായി കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഡിം ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ട് മുഖം കണ്ട് മനസ്സിലാവില്ല. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ കെരാറ്റോസിസ് ഓഫ് സ്കിന്ന്, മുള്ളെന്നൊക്കെ പറയും. പ്രത്യേകിച്ചും കൈയുടെ മുട്ടിലൊക്കെ ചെറിയ കുരുക്കൾ വരും, മുള്ളെന്നാണ് നമ്മൾ പറയും, മനസ്സിലായി, സ്കിൻ മുള്ള്. അപ്പോൾ അത് പരവരാന്നിരിക്കുക, അതായത് നമ്മുടെ സാൻഡ് പേപ്പർ പോലെ കൈ വരുന്നുവെങ്കിൽ അത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കെരാറ്റോ മലേഷ്യ, കണ്ണിൻ്റെ ഡ്രൈനസ് ആണ്. കണ്ണ്, അതുപോലെ തന്നെ ബിറ്റർ സ്പോട്സ്, കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ വെളുത്ത പാടിൽ പ്രതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സ്പോട്സുകൾ കാണും. ഇതൊക്കെയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ഫിഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും.